അല്ലേ? ഉം. പിന്നെ യൂദാ വിചാരിച്ചു താൻ അവിടെ ട്രഷറർ ആയതുകൊണ്ട് താനാണ് വലിയതെന്ന് യൂദാ യൂദായും വിചാരിച്ചു. വിചാരിച്ചു. അങ്ങനെ ഓരോ വ്യക്തികളും വിചാരിച്ചു. പിന്നെ ആരാ ഉള്ളത്? പിന്നെ ഉള്ളത് ആരാ? പത്രോസ്. പത്രോസ്. പത്രോസിന്റെ കൂടെയുള്ളവർ പടകിലിരുന്നപ്പോഴേക്കും ഉം. പത്രോസ് കടലിന്റെ മേളിൽ കൂടെ നടന്ന വ്യക്തിയല്ലേ. ആ, അപ്പോൾ പത്രോസ് ഇവൻ പറയുമ്പോൾ പത്രോസാ വലിയവൻ, പത്രോസ് പറയുന്നില്ല. പത്രോസ് അങ്ങ് വിചാരിച്ചു. ഓക്കെ. അപ്പൊ അങ്ങനെ ഓരോ വ്യക്തികളും അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ, പക്ഷെ ഇതൊക്കെ ഞാൻ പറഞ്ഞു. ഞാനാണ് വലിയവൻ, അങ്ങനെ ഓരോ വ്യക്തികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉം. ഏ ആ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കർത്താവ് എന്ത് ചെയ്തത്? താന് അരയിലൊരു തുണി ചുറ്റിക്കൊണ്ട്, ഒരു ടവൽ ചുറ്റിക്കൊണ്ട്, ഒരു തോർത്ത് ചുറ്റിക്കൊണ്ട് അദ്ദേഹം കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ കാല് കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു? എല്ലാവരും തുല്യരാണെന്ന്, അല്ലെങ്കിൽ തന്നേക്കാൾ ശ്രേഷ്ഠനായിട്ട് തൻ്റെ സഹോദരനെ കാണണമെന്ന് തീർച്ചയായും. എന്ന് ഒരു ചിന്ത ശിഷ്യന്മാരുടെ ഉള്ളിലേക്ക് വരികയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം അവരെല്ലാവരും ഒരേ മനസ്സോടുകൂടി ദൈവരാജ്യത്തിന് വേണ്ടി, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായി. തീർച്ചയായും. അതാണ് ആ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ചെന്നപ്പോൾ പത്രോസ് യോഹന്നാനോട് കൂടെ ചേർന്ന് എന്ത് എന്ത് ആ ആ മുടന്തനെ ഉറ്റുനോക്കുവാണ്. കാരണം നേരത്തെ സ്വഭാവമാണെങ്കിൽ പത്രോസ് എന്ത് ചെയ്യുന്നതിന് ഒറ്റയ്ക്ക് പോയിട്ട് അങ്ങ് നോക്കി നോക്കിയുള്ളൂ. അവനെ അങ്ങ് പൊക്കാൻ നോക്കിയത്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? തന്നേക്കാൾ ശ്രേഷ്ഠനായിട്ട് അദ്ദേഹം യോഹന്നാനെ കണ്ടപ്പോൾ, യോഹന്നാൻ തന്നേക്കാൾ ശ്രേഷ്ഠനായിട്ട് പത്രോസിനെ കണ്ടപ്പോൾ അവർ തീർച്ചയായും. ഇരുവരും ചേർന്ന് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചെങ്കിൽ, ഈ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന ഒരു കാര്യം പറയാനായിട്ടുള്ളത്, നമ്മൾ ഓരോരുത്തരും, പത്രോസ് അവിടെ എന്താണ് ചെയ്തത്? തന്നേക്കാൾ ശ്രേഷ്ഠനായി യോഹന്നാനെ കണ്ടു. യോഹന്നാൻ അവിടെ എന്താണ് ചെയ്തത്? യോഹന്നാൻ തന്നേക്കാൾ ശ്രേഷ്ഠനായി പത്രോസിനെ കണ്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മളെക്കാൾ ശ്രേഷ്ഠരായി മറ്റുള്ളവരെ കാണണം. അങ്ങനെ കാണുമ്പോൾ നമ്മുടെ ഭവനത്തിനകത്ത്, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭയിൽ നാം മറ്റുള്ളവരെ, നമ്മുടെ സഹഭൃത്യന്മാരെ, സഹോദരരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരായിട്ട് കാണുമ്പോൾ അവിടെ വലിയ ദൈവപ്രവൃത്തി നടക്കുവാനായിട്ട് ഇടയായിത്തീരും. പത്രോസ് യോഹന്നാനോട് കൂടി അവനെ ഉറ്റുനോക്കിയപ്പോൾ അവിടെ ദൈവപ്രവൃത്തി നടന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും ഒന്നായി ചേർന്നുകൊണ്ട് ഒരു ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അവിടെ ചെയ്തെടുത്തെങ്കിൽ, നാം നമ്മുടെ സഹോദരനെ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനായി, നമ്മേക്കാൾ ശ്രേഷ്ഠനായി മറ്റുള്ളവരെ കാണുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. ഞാൻ എന്നേക്കാൾ ശ്രേഷ്ഠനായി ഈ പ്രിയ സഹോദരനെ കാണുമ്പോഴാണ് അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. അങ്ങനല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ നമ്മൾ എന്നേക്കാൾ ശ്രേഷ്ഠനായി ഇദ്ദേഹത്തെ കാണുമ്പോൾ, ഇദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠനായി എന്നെ കാണുമ്പോൾ, മറ്റു സഹോദരന്മാരെ കാണുമ്പോഴാണ് അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും. പത്രോസ് തന്നേക്കാൾ ശ്രേഷ്ഠനായി യോഹന്നാനെ കണ്ടുകൊണ്ട് ഇരുവരും ഒരുമിച്ച് ചേർന്ന് ഒരേ മനസ്സോടെ അവനെ ഉറ്റുനോക്കിയപ്പോൾ അവന് വേണ്ടി